കേരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ വികസന കാഴ്ചകളിലൂടെയാണ് നമ്മൾ നാട്ടുവണ്ടി യാത്ര തുടരുന്നത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ നിങ്ങളെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനും പറയാനുള്ളൊരു കഥ. അത് ചരിത്രത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേങ്ങ ഒരു കാലത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് കൂടിയായിരുന്നു തിരുവാർപ്പ് പഞ്ചായത്ത്. പക്ഷെ അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങൾ, കർഷകർക്ക് തേങ്ങയുടെ വിലയിടിഞ്ഞതും കാർഷിക മേഖലയിൽ വന്ന ചില കാലാവസ്ഥാ വ്യതിയാനങ്ങളുമൊക്കെ ഈ തെങ്ങ് കൃഷിയെ വലിയ രീതിയിൽ ബാധിക്കുന്നു. അപ്പോൾ ചില ആളുകളെങ്കിലും തെങ്ങ് കൃഷിയിൽ നിന്ന് പിന്നോട്ട് വലിയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് ആ പഴമയുടെ പ്രൗഢി വീണ്ടെടുക്കാനുള്ള എളിയ ശ്രമമാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ 4.5 വർഷമായി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനെ കേര ഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ തേടി, ആ കഥകൾ തേടിയാണ് നമ്മുടെ യാത്ര. നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവാർപ്പ് പഞ്ചായത്തിലെ കേര നഴ്സറിയിലാണ്. ഈ കേര നഴ്സറിയിലേതാ ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടുത്തെ ഒരു പരിപാടി? എന്താ നമ്മുടെ തേങ്ങ പാകി കിളിപ്പിക്കുക, തൈയായിട്ട് കൊടുക്കാനായിട്ട്. കുറ്റ്യാടിയിൽ നിന്ന് തേങ്ങ ഇറക്കി തന്നെ തൊഴിലുറപ്പിൻ്റെ കീഴിൽ പഞ്ചായത്ത് തേങ്ങ ഇറക്കി തന്നെ കൃഷി ഇത് തേങ്ങ പാകി കിളിപ്പിച്ച് വീടാന്തരം തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ള ഒരു നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പുതിയ സംരംഭമാണ്. സമൂഹത്തിൽ നല്ല പരിപാടിയാണ്. പിന്നെ ജനങ്ങൾക്കൊക്കെ ഓരോ തെങ്ങിൻ തൈ കിട്ടും, അതിൽ നിന്ന് ആദായങ്ങൾ കിട്ടും. അങ്ങനെ തേങ്ങയ്ക്ക് ക്ഷാമമില്ലാതെ ഞങ്ങളുടെ പഞ്ചായത്ത് നല്ല പഞ്ചായത്തായിട്ട് പോട്ടെ, ഇനിയും മുന്നോട്ട് അങ്ങനെ പോകണമെന്നുള്ള ഉദ്ദേശമുണ്ട് ഞങ്ങൾക്ക്. നമുക്കൊരു വരുമാനമാകും, നാടിനും നല്ലത്, എല്ലാവർക്കും നല്ലതായിട്ട് ഇത് വരും. നല്ല ഭരണം വരണം, ഈ ഭരണം തന്നെ വരണം. ഞങ്ങൾക്ക് ഓരോരോ ഇങ്ങനത്തെ പുതിയ പദ്ധതികളുമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക. അതിനുവേണ്ടി അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരണം, മാറ്റം തുടരണം. നമ്മുടെ LDF സർക്കാർ മുന്നോട്ട് വരണം, ഈ ഭരണം തന്നെ നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ തിരുവാർപ്പ് ചില്ലീസ് എന്ന് പറഞ്ഞിട്ട് മുളക് വിത്തിട്ട് അത് വിപണിയിലെത്തിക്കുന്ന ഒരു പ്രവർത്തനം കൂടെയുണ്ട് ഇത്തരം കൂട്ടായ്മകൾക്ക്. ഇത് വീടുകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? വീടുകളിൽ ഓരോ വാർഡുകാർ വന്ന് കൊണ്ടുപോകും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളി തന്നെ അവർ വന്ന് കൊണ്ടുപോയി ഓരോ വാർഡിൽ വെക്കും, അവരവരുടെ വാർഡുകളിൽ കൊണ്ടുവെക്കും. അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവിടെ ഈ തേങ്ങയുടെ പരിപാലനം, തേങ്ങ കിളിർച്ച് അത് തെങ്ങിൻ തൈയായി മാറ്റുന്ന പരിപാലനമാണ് നമ്മൾ ഈ കേര നഴ്സറിയിൽ കാണുന്നത്. അതിനുശേഷം ഇവരുടെ കൂടെ തന്നെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അത് ഓരോരോ വീടുകളിലും, അതായത് തിരുവാർപ്പ് പഞ്ചായത്തിലെ ഓരോരോ വീടുകളിലേക്കും കൊണ്ടുപോയി അവിടെ വെച്ച് കൊടുക്കുന്നതും തീർത്തും സൗജന്യമായി. ഓരോരോ വീട്ടിലും ഒരു തെങ്ങെങ്കിലും വേണമെന്നുള്ള ആശയത്തെ മുൻനിർത്തിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഈ തെങ്ങിൻ തൈകളൊക്കെ എത്രത്തോളം പാകമാകുമ്പോഴാണ് നമ്മളത് വീടുകളിലേക്ക് കൊടുക്കാൻ എടുക്കുക? 6 മാസം. അപ്പോൾ അത് ഏത് പാകത്തിലാവും? അപ്പോൾ ഈ തൈകളൊക്കെ 5 ഇലയാവും. 5 ഇലയാകുമ്പോൾ ഞങ്ങൾ ഓരോ വീട്ടുകളിൽ വേറെ ഇതൊന്ന് വെച്ച് കൊടുക്കണം. ഓരോ തൈ എല്ലാ വീട്ടിലും കൊണ്ട് നടന്ന് കേന്ദ്രത്തിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ ഇവിടെ വന്ന് അവർക്ക് ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം എല്ലാം തന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ ചേട്ടനാണ് ഇതിനെല്ലാം മുൻകൈ എടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഭരണം വീണ്ടും വരണമെന്നുള്ള ആഗ്രഹത്തിന് മേൽ ജോലി ചെയ്യും. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ ആദ്യമായി വന്ന് വിസിറ്റ് ചെയ്ത് സന്ദർശനം നടത്തിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് തിരുവാർപ്പ് പഞ്ചായത്ത്. ഇതിന് ഞങ്ങൾക്ക് 100 പണികൾ കിട്ടുന്നുണ്ട്. ഇതിന് ഞങ്ങൾ സന്തോഷമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിള്ളേരുടെ പഠിത്ത കാര്യങ്ങളും എല്ലാം തുടർന്നും ഈ സർക്കാർ തന്നെ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ മാസം തൊട്ട് 2000 രൂപയും അതിന് മുമ്പത്തെ കുളിച്ച് 1600 രൂപ, അങ്ങനെ 3600 രൂപ ഒന്നിച്ച് കിട്ടി. കിട്ടി എൻ്റെ തീരാറായി. അങ്ങനെയുള്ള സന്തോഷത്തിലെടുക്കാൻ നിൽക്കുന്നു. നമ്മളെ ഈ സർക്കാർ തന്നെ ഭരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ രക്ഷപ്പെടലിൻ്റെ സന്തോഷത്തിൻ്റെ ആ കാഴ്ചകളിലൂടെ, പുഞ്ചിരികളിലൂടെ നാട്ടുവണ്ടി ഒരു യാത്ര തുടരുകയാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന്.